നമോ നാരായണായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനെടോ. നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലോരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യം എന്നാകിലേ തൽപ്രയാസം തവ. യുക്തം അതല്ലായിൽ എന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സു മോർക്ക നീ. വഹ്നിസംതപ്തലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. കാലാഹിന പരിഗ്രസ്തമാം ലോകവും മാലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമ എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലായ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം നൃണ, അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാദിസങ്കുലമായുള്ള സംസാര ആകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന, യാതപതിയിൽ മറഞ്ഞിത് സത്വരം. നിദ്രയും വന്നിതുദയ ശൈലോപരി, വിദ്രുതം വന്നിത് പിന്നെയും ഭാസ്കരൻ. ഇത്തം മതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതും അറിവില്ല, മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോട് ജരാനരയും വന്ന് ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയുന്നില്ല മായതൻ വൈഭവം. ഇപ്പോളിത് പകൽ, പിൽപ്പാട് രാത്രിയും
പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഓർക്കായ്കയാൽ ആമകുംഭാംബു സമാനം ആയുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെ പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിൽ ഇരിക്കുന്നു. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹമെൻ ആമ്രേഡിതം കലർന്നേടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വക്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിതദ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായ്കെന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്ന് ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളത് വിദ്യ കേൾ. സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്ക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടോ. മാതാപിതാ ഭ്രാത്യമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായത് നിർണയം, വൈതരണ്യാഖ്യായുവാകുന്നത് തൃഷ്ണയും. സന്തോഷമാകുന്നത് നന്ദനം വനം,
സന്തതം ശാന്തിയെ കാമസുരഭികേൽ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാം. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പതാത്മാവ് കേൾ. ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ച് കൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മയമായാചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പര ബ്രാഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ച് നിത്യം പരം ആനന്ദമുൾക്കൊണ്ട് മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മാനമല്ലോ പരമാപദമാസ്പദം. സൗമിത്രി തന്നോടി വണ്ണം അരുൾ ചെയ്ത് സൗമിഖ്യമോട് മാതാവോടു ചൊല്ലിനാൻ. കേൾക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊലാം. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാത്തവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴ്കെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ച് വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിൽ ഒന്നിച്ഛയെന്നാലതിങ്ങിച്ഛയെന്നങ്ങുറച്ചിടേണമമ്മയും. ഭർതൃകർമാനുകരണമത്രേ പാതി വൃത്യനിഷ്ഠാവധൂനാമെന്ന് നിർണയം. മാതാവു മോദാൽ അനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖം എനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ച് വാണിടുകിൽ എന്ന് പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ
പ്രീതി കൈക്കൊണ്ടെടുത്തുൽസുംഗസീം നിജേർ താതരാൽ മുഗ്നി ബാഷ്പാഭിഷേകം ചെയ്ത് ചൊല്ലിനാർ ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നേടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാ ഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സ്വർഗസ്ഥിതിലയകാരിണീ ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നീരിടും നേടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ യുദ്ധം അർത്ഥിച്ച് തൽപുത്രനാം രാമനെ. ബദ്ധബാഷ്പം ഗാഢഗാഢം പുണർന്നുടൻ ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗദം ലക്ഷ്മണൻ താനും പറഞ്ഞാനുകൂലം എന്നുള്ളിലുണ്ടായിരുന്നോരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോം തൽപാദ സേവാർത്ഥ ആയിന്നടിയന് ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ മോതാലതിനായനുവദിച്ചിടണം. സീതാപദേ രാമചന്ദ്രദയാനിധേ പ്രാണങ്ങളെ കളഞ്ഞിടുവന്നല്ലായിൽ ഏണാംഗതുല്യ വദന രഘുപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാധരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു വൈദേഹി തന്നോട് യാത്ര ചൊല്ലിടുവാൻ. മോദേന സീതാഗൃഹം പൂക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സുസ്മിതം ഉത്ഥാനവും ചെയ്ത് കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ട് വാഞ്ചയാതൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമുൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്ത് സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദ ചാരേണ വന്നതും എന്ത് കൃപാനിധേ വാരണ വീരനെങ്ങോ മമ വല്ലഭ. ഗൗരാധപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യാലങ്കാരവും സാമന്തഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നുള്ളിയതെന്തയ്യോ. യുദ്ധം വിദേഹാത്മജാവചനം കേട്ട് പൃഥ്വീപതി സുതൻ താനും അരുൾ ചെയ്ത് തന്നിത് ദണ്ഡകാരണ്യരാജ്യം മമ. പുണ്യം വരുത്തുവാൻ താതന്നറികടോ ഞാനത് പാലിപ്പതിന്നാശു പോകുന്നു. മാനസേ ഖേദം ഇളച്ച് വാണിടുക
മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്ക നീ വല്ലഭേ. ഭർതൃവാക്യം കേട്ട് ജാനകിയും രാമഭദ്രനോടിത്തം ആഹന്ത ചൊല്ലിടിനാൾ. രാത്രിയിൽ കൂടി പിരിഞ്ഞാൽ പുറാതോളം ആസ്തയുണ്ടല്ലോ ഭവാനി പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്ന് തോന്നിടുവാൻ എന്തോരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോട്. വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ. തൻവീ കുലമൗലി മാലികേ കേൾക്ക നീ. മന്നവൻ കേകേയ പുത്രിയാമമ്മയ്ക്ക് മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൻ അന്യൂന വിക്രമം കൈക്കൊണ്ടു പോയ നാൾ. 1 ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിൻ അയയ്ക്കെന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ച താതനും. മാതാവിനാശു വരവും കൊടുത്തിത്. താതൻ അതുകൊണ്ട് ഞാനിന്നു പോകുന്നു ദണ്ഡകാരണ്യേ 14 വത്സരം. ദണ്ഡമൊഴിഞ്ഞ് വസിച്ച് വരുവൻ ഞാൻ. നീ ഇതിനേതും മുടക്കം പറകൊല്ലാം. അയ്യൽ കളഞ്ഞ് മാതാവുമായി വാഴ്ക നീ. രാഘവനിധം പറഞ്ഞത് കേട്ടോര് ആകാശശിമുഖി താനുമരുൾ ചെയ്ത്. മുന്നിൽ നടപ്പേൻ വനത്തിനു ഞാൻ മമ. പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നാദരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാഘ്ര സൂകര സൈരിഭ വാരണവ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ. കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ട് ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയം എന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കട്വമ്ല കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര. നിർമ്മല വ്യഞ്ജന പൂപാനപാനാദി സന്മധുക്ഷീരങ്ങളിൽ ഓരോ നേരവും നിമ്നോന്നത ഗുഹ ഗഹ്വര ശർക്കര. ദുർമാർഗമെത്രയും
കണ്ടക വൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാതാതപ പീഠയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളോരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറിയടോ എന്നോടെ ചൊല്ലിനാൻ മാതാവു തന്നെയും. നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക വന്നിടുവൻ 14 സംവത്സരം. ചൊന്നാൽ അതിനുടൻ ഇല്ലോരു സംശയം. ശ്രീരാമ വാക്കുകേട്ടോരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ, നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധേ. പാദശുശ്രൂഷ വ്രതം മുടക്കായികമേ, നിന്നുടെ സന്നിധൗ സന്തതം വാണിടും. എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ, വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടം എനിക്കമൃതോപമം. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളിൽ എനിക്കതും. പുഷ്പബാണോപമ നീ വെടിഞ്ഞിടൊല, ഏതുമേ പീഡയുണ്ടാകയില്ലെന്മൂലം. ഭീതിയേതും എനിക്കില്ല ഭർത്താവേ, കിശ്ചിൽ ദ്വിജൻ ജ്യോതി ശാസ്ത്രവിശാരദൻ. നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു, ഭർത്താവിനോട് വനത്തിൽ വസിപ്പതിൻ എത്തും ഭവതിക്കു സങ്കടമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നത്, സത്യം അതിനിയും ഒന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കവിവരർ ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട്, രണ്ടും ഒന്നത്രേ വിചാരിച്ച് കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനർ എന്നെ ഉപേക്ഷിച്ച് തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണ പരിത്യാഗവും ചെയ്വൻ. ഇന്നു തന്നെ നിന്തിരുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടോരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ, സങ്കടം ഇന്നിത് ചൊല്ലിയുണ്ടാകേണ്ട. ദാനം അരുന്ധതിക്കായി കൊണ്ടു ചെയ്യുക നീ, ജാനകി ഹാരാദിഭൂഷണമൊക്കവേ. ഇത്തം അരുൾ ചെയ്ത് ലക്ഷ്മണൻ തന്നോട്, പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകൻ അത്യാദമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ
വരുത്തി കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളമാതരാൽ സദ്രത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്ക് സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിത്. പിന്നെ നിജാന്ത പുരാനിവാസികൾക്കും മറ്റന്യമാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിത് താപസന്മാരും ദ്വിജന്മാരും. പെയ്തിടുന്നതശ്രുജലങ്ങളും ജാനകി ദേവിയും അൻപോടരുന്ധതി ാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്ത് സമാശ്ലേഷവും ചെയ്ത് നന്നായി അനുഗ്രഹം ചെയ്തു തനയന്. പിന്നെ ഉപദേശവാക്കും മുര ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യയെ നോർത്തടവിയേത്തൻ മായാവിഹീനമീ വണ്ണം ഉറപ്പിച്ച്. പോയാലുമെങ്കിൽ സുഖമായി വരികതേ മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും തന്നുടെ ശാപശരാദികൾ കൈക്കൊണ്ട് ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭി. രാമൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ട് ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഃ. കഷ്ടമെന്തിങ്ങനെ വന്നത് ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായം കൂടാതെ
ശർക്കര കണ്ടക നിമ്നോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധ മൃദൂതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശചിത്തം കഠോരമത്രേ തുലോം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിൽ ആർക്കും ഇല്ലിന്നലയോളവും. ഇന്നിത് തോന്നുവാൻ എന്തോരു കാരണം എന്നത് കേട്ടുടൻ ചൊല്ലിനാനന്യനും കേകേയപുത്രിക്ക് 2 വരം നൃപൻ ഏകിനാൻ പോലത് കാരണം രാഘവൻ. പോകുന്നിത് വനത്തിന് ഭരതനും വാഴ്ക്കെന്ന് വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതിവാക്കുകൾ കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദം ഏവം അരുൾ ചെയ്തിതന്നേരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.